നമ്മുടെ ചാനലുകളിൽ ചർച്ചകളിലെത്തുന്ന BJP RSS അനുഭാവികൾ അവരോട് ആനുകൂല്യം കാണിക്കുന്ന ക്രിസ്തീയ സമൂഹത്തിലെ പുരോഹിതന്മാരാകട്ടെ, അതല്ല ഇനി RSSന്റെയോ BJPയുടെ പ്രവർത്തകർ തന്നെ ആവട്ടെ, അവർ ചാനലുകളിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം അവരുടെ ധാർഷ്ട്യം, അവരുടെ അഹങ്കാരം, അതുപോലെ തന്നെ അവര് ചെയ്ത തെറ്റുകളിൽ പരിപൂർണമായി ഉറച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ. തെറ്റാണെന്ന് ഇന്ത്യൻ ജനത മുഴുവൻ മനസ്സിലാക്കിയാലും ഒരു കൂസലും കൂടാതെ അതിൽ നിന്ന് അല്പം പോലും വ്യതിചലിക്കാതെ ഉറച്ചു നിന്ന് സംസാരിക്കുന്നതിന്റെ പിന്നിലെ പരിപൂർണമായ പവർ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ഏറ്റവും ഉത്തമമെന്ന് പറയാനുള്ളത് ജനാധിപത്യ വിശ്വാസികൾക്കൊരു ആശ്രയമായി നിൽക്കുന്ന കോടതി പോലും അവരുടെ കാൽ കീഴിൽ എത്തിച്ചു കഴിഞ്ഞു. ആദ്യകാലങ്ങളിൽ ഭീഷണിയിലാവാം, കുടുംബങ്ങളെ തകർക്കുമെന്നോ അല്ലെങ്കിൽ കൊന്നുകളയുമെന്നോ പറഞ്ഞാവാം. വഴിപ്പെട്ട് കഴിയുമ്പോൾ അധികാരങ്ങളും പണവും സ്വത്തും കൊടുത്താണ് പിന്നെ അവരെ ഒരു വട്ടം കീഴടക്കാനല്ലേ നമുക്കൊന്ന് പരിശ്രമിക്കേണ്ടതുള്ളൂ. ആ കീഴടക്കൽ കഴിഞ്ഞാൽ പിന്നെ അവരെ പണം കൊടുത്തും സ്വാധീനങ്ങൾ കൊടുത്തും വരാനിരിക്കുന്ന വലിയ വലിയ ആനുകൂല്യങ്ങളെക്കുറിച്ചും അവർക്ക് ബോധ്യപ്പെടുത്തി കോടതി പോലും അവരുടെ കാലിന്റെ കീഴിലാണെന്നും അവർ ഉറപ്പിച്ചത് കൊണ്ട്, കോടതി അവരെ കീഴിലായി കഴിഞ്ഞാൽ പിന്നെ മിലിറ്ററിയും പോലീസും എല്ലാം അവരെ കീഴിലാണല്ലോ. അത്രയും അവർ വേണ്ട പോലെ പ്രൊട്ടക്ഷൻ ചെയ്ത് കഴിഞ്ഞു ഈ RSSനെയും BJPയെയും. അതുകൊണ്ട് ആ പ്രൊട്ടക്ഷൻ ഭേദിച്ചുകൊണ്ട് ഒരു വ്യക്തിക്കും അതിന്റെ അകത്തേക്ക് കടക്കാൻ പറ്റുകയില്ല എന്ന വിശ്വാസത്തിന്റെ പുറത്താണ് അവർ ചാനലുകളിൽ ഇതുപോലെ സംസാരിക്കുന്നത്. ഇന്ത്യ എന്ന ജനത പരിപൂർണമായും മനസ്സിലാക്കിയിട്ടുണ്ട് ഇവര് അധികാരത്തിലെത്തിയതും അധികാരത്തിന് ശേഷം അവർ ഓരോ സംവിധാനങ്ങളും ഓരോ ബില്ലുകളും അവർ ഉണ്ടാക്കി കൊണ്ടുവരുന്നതും ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഈ ജനാധിപത്യ ഭരണം ഉണ്ടായതിനു ശേഷം ഏത് ഭരണാധികാരിയാണ് അഴിമതി നടത്താത്തത്? ഏത് ഭരണാധികാരിയാണ് കക്കാത്തത്? ഏത് ഭരണാധികാരിയാണ് സമയം കിട്ടുമ്പോൾ പെൺകുട്ടികളെ ചൂഷണം ചെയ്യാത്തത്? ഇന്ത്യൻ ജനതയ്ക്ക് ഒന്നും കിട്ടിയില്ല എന്നുള്ളത് അത് നഗ്നമായ സത്യമാണ്. ഇന്ത്യൻ ജനതയെ നന്നാക്കാനല്ല അവരിവിടെയും വന്നിട്ടുള്ളത്. അങ്ങനെ ജനങ്ങളെ നന്നാക്കാനാണെങ്കിൽ ഒരു കൊല്ലം ഇന്ത്യൻ ജനതയുടെ വരുമാനം കൊണ്ട് ഈ ഇന്ത്യയിലുള്ള മൊത്തം റോഡുകൾ നന്നാക്കിയാൽ മതി. ഒരു കൊല്ലം നന്നാക്കിയാൽ മതി, പിന്നെ റോഡ് പൊളിയൂല. ഇത് ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു നന്നാക്കൽ മാത്രമാണ് അവർ നടത്തുന്നത്. അതിൽ അങ്ങനെ നല്ല റോഡിലൂടെ വണ്ടി ഓടിക്കണമെന്ന് ഒരു വ്യക്തി ആഗ്രഹിച്ചാൽ ആ പണി കഴിഞ്ഞ ഉടനെ വണ്ടി ഓടിച്ചോളണം. അതല്ല ഒരു 3 ദിവസം കഴിഞ്ഞാൽ അത് കേക്കോ അതല്ലെങ്കിൽ ബിസ്ക്കറ്റോ പോലെ വെള്ളത്തിലൊഴിച്ചു പോകും. അപ്പൊ ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയല്ല, ഇന്ത്യൻ ജനതയെ കബളിപ്പിച്ച് അധികാരങ്ങൾ എത്തിയിട്ടുള്ള എല്ലാം തന്നെ എല്ലാ രാഷ്ട്രീയക്കാരും ഇഷ്ടം പോലെ കട്ടുമുടിച്ചിട്ടുണ്ട്, മുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. അതിന് യാതൊരു സംശയവുമില്ല. അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഈ തെരുവിലിറങ്ങി ഹർത്താലും ബന്ദും നിരാഹാര സത്യാഗ്രഹമൊക്കെ നടത്തി ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ അധികാരത്തിലെത്തുന്ന വ്യക്തികൾക്ക് കിട്ടാവുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ഇന്ത്യൻ ജനതയുടെ അംഗീകാരത്തോടുകൂടി ഇന്ത്യയെ തന്നെ മുടിപ്പിക്കുവാനും ആ ജനതയുടെ നേരെ കുതിര കയറുവാനുള്ള അവസരമാണ്. അതുതന്നെയാണ് എല്ലാ രാഷ്ട്രീയക്കാരും. എന്നാൽ അതിൽ നിന്നും ഭിന്നമായിട്ട് എല്ലാ ഗുണ്ടായസവും ഇന്ത്യൻ ജനതയോട് കാണിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം വെച്ച് വന്ന പാർട്ടി RSS BJP പാർട്ടിയാണ്. അവർ എല്ലാ സംവിധാനങ്ങളെയും അവരെ കാൽക്കീഴിലാക്കുകയും അവർ പരിപൂർണമായും കോടതിയുടെയും പോലീസിന്റെയും എല്ലാ നിയന്ത്രണങ്ങളും അവരുടെ കയ്യിലായതുകൊണ്ട് എന്ത് കളവ് നടത്തിയാലും എന്ത് കുത്തിത്തിരിപ്പും അപകടവും രാജ്യത്ത് കലാപം ഉണ്ടാക്കിയാലും ആ ചാനലുകളിൽ ഇരുന്ന് അവർ തണ്ടോടെ സംസാരിക്കുന്നതിന്റെ കാരണം അവര് കെട്ടിപ്പടുത്ത് 4 സൈഡും വെച്ചിട്ടുള്ള മതിൽ പൊളിച്ച് കടക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ള പരിപൂർണമായ വിശ്വാസത്തിൽ തന്നെയാണ്. അതിൽ യാതൊരു